വിശിഷ്ട അവസരത്തിൽ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ കോളേജിലേക്ക് എത്തിച്ചേർന്ന ദി വൺ ആൻഡ് ഓൺലി ബിസിനസ് ഐക്കൺ ശ്രീ രവിചന്ദ്ര വർമ്മൻ. വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കീഴിൽ 3 ട്രസ്റ്റുകൾ പ്രവർത്തിക്കുന്നു. 4 മാനുഫാക്ചറിംഗ് കമ്പനികൾ ആക്റ്റീവായും പിന്നെ 16 കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും 13 സ്ഥാപനങ്ങൾ. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ 2 ദിവസമായിട്ട് ബൈഹാർട്ട് ചെയ്യുന്നതാ. 13 അല്ല 16 കറക്റ്റ്. ഓ എല്ലാം തെറ്റിച്ചു. തന്റെ ആ നിഷ്കളങ്കതയും ലാളിത്യവും എന്നെ വല്ലാതെ ആകർഷിച്ചു. ജീവിതം 360 ഡിഗ്രിയിൽ കറങ്ങി എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ വന്ന് അവസാനിച്ച അവസ്ഥ. യുനോ സംതിങ്, അന്ന് താൻ പ്രസംഗം എങ്ങനെ പ്രാക്ടീസ് ചെയ്തോ അതുപോലെയായിരുന്നു ഇന്ന് താൻ വരുന്നതിന് മുമ്പ് ഞാനും പ്രാക്ടീസ് ചെയ്തത്. പക്ഷേ താൻ വന്നപ്പോൾ, തന്നെ കൺമുന്നിൽ കണ്ടപ്പോ എല്ലാം ഞാനങ്ങ് മറന്നുപോയി. മനസ്സ് ഒരു ഒഴിഞ്ഞ പാത്രം പോലെ. പക്ഷേ എനിക്കൊരു സമാധാനമുള്ളത്, ഞാൻ പ്രാക്ടീസ് ചെയ്തതുപോലെ അല്ല പറയുന്നതെങ്കിലും എന്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. നോക്ക, ഇവിടെയുള്ളത് പറയാൻ നമ്മൾ കരുതി വച്ചിരിക്കുന്ന വാക്കുകൾ തന്നെ വേണമെന്നില്ല. കേൾക്കുന്നവർക്ക് അത് മനസ്സിലായാൽ മതി. എന്താ, ശരിയല്ലേ? നമ്മൾ തമ്മിലുള്ള കണ്ടെത്തൽ മുൻപേ നിശ്ചയിക്കപ്പെട്ടതായിരുന്നു ശ്രീലക്ഷ്മി. നമുക്ക് മാത്രമാണ് അത് അപ്രതീക്ഷിതമെന്ന് തോന്നുന്നത്. ആക്ച്വലി ജീവിതത്തിൽ ഞാൻ വിശ്വാസത്തോടെ കാത്തു സൂക്ഷിച്ച കാര്യങ്ങൾ വിരലിലെണ്ണാവുന്നവ മാത്രമാണ്. അതിൽ ഒരാളാണ് ഈ നിൽക്കുന്ന താനും. തന്നോട് വരാൻ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരു മറുചോദ്യം പോലും ചോദിക്കാതെ താനിതാ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഇന്നുവരെ, ഈ നിമിഷം വരെ താൻ എന്റെ എല്ലാ വിശ്വാസങ്ങളെയും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. എന്റെ മനസ്സിലും തന്റെ മനസ്സിലും പരസ്പരം എന്താണ് പറയാനുള്ളതെന്ന് നമ്മൾ രണ്ടാൾക്കും നന്നായിട്ട് അറിയുകയും ചെയ്യാം. അത് പൂർത്തിയാക്കാൻ തന്നോടെല്ലാം തുറന്നു പറയാൻ ഞാനിപ്പോ ആഗ്രഹിക്കുകയാണ്. ഇപ്പോഴെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ തെറ്റായിപ്പോ. താൻ എന്റെ മേൽ നൽകിയിരിക്കുന്ന വിശ്വാസത്തെ മുറിവേൽപ്പിക്കാൻ ഞാനതൊരിക്കലും തന്നോട് ചെയ്യാൻ പാടില്ല. ഒരിക്കലും. അതിന് ആദ്യം ചെയ്യേണ്ടത് തനിക്കൊരു ഗിഫ്റ്റ് തരലാണ്. അതാണ് തനിക്കുള്ള ഗിഫ്റ്റ്.
ശ്രീലക്ഷ്മി, 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 ശ്രീലക്ഷ്മി. നേരം കാറ്റിന്റെ വാതിൽ ചാരാതെ പോകുന്നു. മാമ്പൂക്കൾ പൂക്ക നീഹാരം പെയ്യാരാവെന്തേ നീറുന്നു. ഇത് ഞാൻ നൽകിയത് എറിഞ്ഞുകളയാനല്ല സർ, ഹൃദയത്തിൽ സൂക്ഷിക്കാനാ. സാറിന് എന്നെ വിട്ടാൽ വർമ്മൻ ഗ്രൂപ്പ് എന്ന വലിയൊരു ലോകമുണ്ട്. പക്ഷേ ഈ ശ്രീലക്ഷ്മിയുടെ ലോകം രവിചന്ദ്രവർമ്മൻ മാത്രം. എന്നും എപ്പോഴും ഞാനുണ്ടാവും കൂടെ. ഞാൻ പോകുന്നു പറഞ്ഞിട്ടും സാറെന്താ എന്നെ തടയാത്തത്? ഹായ്, എന്ത് ശാന്തമായ സ്ഥലം ഇത്. നല്ല രസമുണ്ട് ഇവിടെ. ഈ സ്ഥലമൊക്കെ സാറിന്റേതാണോ സർ? എന്റെ എന്ന് പറഞ്ഞാൽ അത് അഹങ്കാരമാണ് ശ്രീലക്ഷ്മി. ഈ പ്രകൃതിയുടെ ഓണർ ദേ അവിടെ. തൽക്കാലം ഇത് വർമ്മൻ ഗ്രൂപ്പിനെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് ശരി. എത്ര ഭംഗി ഈ സ്ഥലം സർ. ഞാൻ വേറെ എവിടെയോ വന്നതുപോലെ തോന്നുന്നു എനിക്ക്. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ
യാതൊരു ടെൻഷനും ഇല്ല. പൂക്കളിൽ നിന്നും പൂക്കളിലേക്ക് ഇങ്ങനെ പാറി നടക്കുന്ന സുഖം കിട്ടും. അത് കൊള്ളാലോ. പറക്കാൻ ആഗ്രഹമുണ്ടോ തനിക്കപ്പോ? പിന്നില്ലാതെ. തുമ്പികളെ പോലെ ആകാശത്തോടെ ഇങ്ങനെ പാറി നടക്കാൻ ആരാ ആഗ്രഹിക്കാത്തത്? അല്ല സർ, സാറിന് മാജിക് അറിയാവോ? ഞാൻ എന്താ ഇങ്ങനെ ഒരു ഞൊടിഞ്ഞൊടിക്കുമ്പോ സാർ എന്നെ പറത്തണം. എന്താ പറ്റുമോ സാറിനെ കൊണ്ട്? ആ സാറൊന്ന് ഞൊടിച്ചേ, നമുക്ക് പറക്കാൻ പറ്റുമെന്ന് നോക്കാം. പറക്കാൻ പറ്റുമോ? സത്യമായിട്ടോ? സത്യമായിട്ടും. ശരി, എന്നെ എനിക്കിപ്പോ പറക്കാൻ തോന്നുന്നുണ്ട്. എന്നൊന്ന് പറത്തിയേ നോക്കട്ടെ. ശരി, താൻ കണ്ണടച്ച് കൈ ഞൊടിക്കും. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നു. സർ, താൻ ആദ്യം കണ്ണടക്കണോ? വിശ്വസിക്കുന്നേ. ശരി, വിശ്വസിച്ചിരിക്കുന്നു. കള്ളം കാണിക്കരുത്. ക്ലോസ് യുവർ ഐസ്. റെഡി? 1 2 3 ഗോ. ഇപ്പോ ഇവിടെ വെച്ച് താൻ സ്വന്തം കാതുകൾ കൊണ്ട് കേൾക്കാൻ, താൻ സ്വന്തം കണ്ണുകൾക്ക് മുന്നിൽ കാണാൻ ഞാൻ എന്റെ മനസ്സിലെ വാക്കുകൾ പറയുകയാണ്. ലക്ഷ്മി, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, തന്നെ കണ്ട ദിവസം മുതൽ താൻ എന്റേതാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഇപ്പതാ നേരിട്ട് ചോദിക്കുക, താൻ എന്നെ സ്വീകരിക്കുമോ? ജീവിതാവസാനം വരെ താൻ എന്നോടൊപ്പം ഉണ്ടാവുമോ? May I? എന്റെ ത്രിവിക്രമ, ഇനി നീ ത്രിവിക്രമനല്ല, കോടിപതി വിക്രമനാ. കോടിപതി വിക്രമൻ. അവളെ ഇത്രയും ദൂരം ഫോളോ ചെയ്ത് വന്നതിന് ഇപ്പോഴിതാ ഫലമുണ്ടായിരിക്കുന്നു. ഓ, എത്ര മനോഹരമായ കാഴ്ച, എത്ര മനോഹരം. ഈ അസ്ത്രം പ്രയോഗിച്ചാൽ മതി എത്രയോ ഹൃദയങ്ങൾ തകർക്കാം. തകർക്കും ഞാൻ, തകർത്ത് തരിപ്പണമാക്കും. ആദ്യം പൊട്ടിത്തെറിക്കാൻ പോകുന്നത് ആ ബഫൂൺ സുദർശന്റെ തലയായിരിക്കും. ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെയാ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഈ ഒരു വെടിക്ക് പക്ഷികൾ പലതിനെയും വീഴ്ത്തും ഞാൻ. ഇനി ഈ ത്രിവിക്രമൻ വെറും ത്രിവിക്രമനല്ല, കോടിപതി വിക്രമനാ. കോടിപതി വിക്രമൻ. അതെ, നിങ്ങളോടൊരു കാര്യം പറഞ്ഞ് ചാടിക്കടിക്കാൻ വരരുത്. നീ ആദ്യം കാര്യം പറ, എന്താ പ്രശ്നം? അതെ, സാമ്പാർ ഉണ്ടാക്കാൻ പരിപ്പ് വേവിക്കാൻ ഇട്ടു, പച്ചക്കറി അരിഞ്ഞ് റെഡിയാക്കി. പക്ഷേ പ്രധാനപ്പെട്ട ഒരു സാധനം തികയോന്നൊരു സംശയം, ഉപ്പ്. ആ ബെസ്റ്റ്. ചുരുക്കി പറഞ്ഞാൽ ഞാനിപ്പൊ പോയി ഉപ്പ് വാങ്ങിച്ചോണ്ട് വരണമെന്ന് അർത്ഥം. എനിക്കിപ്പോ മനസ്സിലെങ്കിലോ? വീട്ടിലെല്ലാം തീർന്നാലേ നിനക്ക് പറയാൻ പറ്റൂ. അതിന് നിങ്ങൾ ഇപ്പൊ പോയി മേടിക്കണമെന്നൊന്നുമില്ല. തൽക്കാലം ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം.
പക്ഷേ അത്താഴത്തിന് കറി ഉണ്ടാക്കാൻ ഉപ്പ് വേണം. ഉം. നിങ്ങളെ ആ ശ്രീ ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞേക്ക്, വരുമ്പോ ഒരു പാക്കറ്റ് ഉപ്പ് കൂടി വാങ്ങിച്ചോണ്ട് വരാൻ. അത് നിനക്ക് തന്നെ അങ്ങ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ. ഞാനിവിടെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ നീ? ഓ പിന്നെ ലക്ഷങ്ങളുടെ കണക്കല്ലേ. നിങ്ങളോട് പറയാൻ വന്ന എന്നെ വേണം തല്ല. അയ്യോ, ഈ പെണ്ണിന്ന് ഫോണും കൊണ്ടുപോയില്ലേ? കൊള്ളാം, നന്നായി. ഇവളൊക്കെ ഇത് എന്തോന്ന് ഓർത്തോണ്ട് നടക്കുന്നോ എന്തോ. ഇങ്ങോട്ട് വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. അതാണ് അവൾക്കറിയാം. അവള് ഫോൺ കൊണ്ടുപോയാ നീ അവളെ എന്തെങ്കിലും ജോലി ഏൽപ്പിക്കുന്നു. അതാ അവള് പോയപ്പോ ഫോൺ എടുക്കാതെ പോയത്. ശരി, ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇനി നിങ്ങൾ തന്നെ പോയി വാങ്ങിച്ചോണ്ട് വന്നാ മതി. ഞാനോ? അല്ല, ഞാൻ പോയി അപ്പുറത്ത് ആലീസിന്റെ ഭർത്താവിനോട് പറയാം. അയാളാണല്ലോ എനിക്ക് ചെലവിന് തരുന്നത്. എന്തിനടി ആ പാവത്തിനെ പറയണേ? അയാള് സ്വന്തം ഭാര്യയ്ക്ക് തന്നെ ചെലവിന് കൊടുക്കാൻ നെട്ടോട്ടം ഓടുക. അപ്പോഴേ എങ്ങനെയാണ് ഇനി എന്താ പരിപാടി? നമ്മള് വീട്ടിലേക്ക് പോന്നു. അതല്ലാതെ വേറെന്ത് പരിപാടിയാ? ഞാൻ അതല്ല ചോദിച്ചത്. നമ്മുടെ കാര്യത്തെക്കുറിച്ച് എപ്പോഴാണ് താൻ തന്റെ വീട്ടിൽ സംസാരിക്കുന്നതെന്ന്. ഞാനിപ്പോ തന്നെ തന്റെ വീട്ടിലേക്ക് വരട്ടെ? വന്ന് തന്റെ അച്ഛനോടും അമ്മയോടും നേരിട്ട് സംസാരിക്കാം. അയ്യോ സർ, അത് വേണ്ട, അത് പറ്റില്ല. അതെന്താ താൻ പേടിക്കുന്ന പോലെ ഉണ്ടല്ലോ? എന്തുപറ്റി? ഇന്ന് വേണ്ട സർ, അത് ബുദ്ധിമുട്ടാവും. സാറ് വന്ന് പെട്ടെന്ന് സംസാരിക്കാന്ന് വെച്ചാ അത് ശരിയാവില്ല. ഞാൻ തന്നെ സിറ്റുവേഷൻ നോക്കി അച്ഛനോട് ആദ്യം സംസാരിക്കാം. പക്ഷെ എപ്പോ? എപ്പോഴാന്ന് ചോദിച്ചാ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല സർ. ഈ വിഷയം ഞാൻ അച്ഛനോട് സംസാരിക്കുമ്പോ അച്ഛനത് എങ്ങനെ ഉൾക്കൊള്ളുമെന്നോ എങ്ങനെ ചിന്തിക്കുമെന്നോ എനിക്കൊരു ഐഡിയ ഇല്ല ഇപ്പോ. ചിലപ്പോ അതൊരു വല്ലാത്ത പൊട്ടിത്തെറി വരെ ഉണ്ടാക്കും. അതുകൊണ്ട് സാർ എനിക്ക് അല്പം സമയം തരണം പ്ലീസ്. സർ, എന്തോ പറ്റി? എന്തോ സീരിയസ് ആയിട്ട് ആലോചിക്കുകയാണല്ലോ. അത് വേറൊന്നുമല്ല. എനിക്ക് എന്റെ വീട്ടിലെ കാര്യം ഒരു വിഷയമല്ല. ഞാൻ അവരോട് സംസാരിക്കുമ്പോ ഓക്കെ ആവും. അല്ലെങ്കിൽ അങ്ങനെ ആക്കും ഞാൻ. പക്ഷേ തന്റെ വീട്ടുകാരുടെ സമ്മതം. സത്യം പറഞ്ഞ ആലോചിച്ചിട്ട് ചെറിയ ഭയമൊക്കെ തോന്നുന്നുണ്ട്. ഓ മൈ ഗോഡ് സർ, സാറിന് ഭയം ഉണ്ടാവോ? അതെന്താടോ, ഞാനും മനുഷ്യനല്ലേ. ഏതെങ്കിലും കോടികളുടെ ബിസിനസ് ഡീലായിരുന്നെങ്കിൽ വരെ ഞാൻ നിഷ്പ്രയാസം ഡീൽ ചെയ്യുമായിരുന്നു. പക്ഷെ ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. തന്നെ എനിക്ക് കിട്ടിയേ പറ്റൂ, അറ്റ് എനി കോസ്റ്റ്. ഏതു വിധേനയും താൻ തന്റെ വീട്ടുകാരെ സമ്മതിപ്പിക്കണം. പിന്നെ ഈ ലോകത്ത് എന്ത് തന്നെ സംഭവിച്ചാലും തന്നെ വിട്ടുപോകില്ല അല്ലേ? സർ പ്ലീസ്, സാർ ഇങ്ങനെയെല്ലാം പറഞ്ഞോ എനിക്ക് വല്ലാതെ വിഷമം വരും. സരോജം, ആ വിഷങ്കലയ്ക്ക് ത്രിവിക്രമൻ എന്തിനാ ഇവിടെ വന്നിട്ട് പോയത്? അവന്റെ മുഖം കണ്ട ആ ദിവസം പോക്ക. അയക്ക് തലയ്ക്ക് വട്ടോ ശ്രീടച്ച. അയാളുടെ സ്ഥിരം പല്ലവിയില്ലേ, നമ്മുടെ മോള് പിഴച്ചു പോയിന്ന് പറയല്. അതിനയാൾ കയറി വന്നെ. ശ്രീടച്ച മോളുടെ കല്യാണത്തെ പറ്റി എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുക്ക. എന്നാലേ തീരും ഇയാളെ പോലുള്ളവരുടെ ശല്യം. എന്നുവെച്ചാ അവൻ നമ്മളെ മോളെ പറ്റി മോശമായിട്ട് വല്ലതും പറഞ്ഞോ? പറഞ്ഞോന്ന് എന്ന് പറഞ്ഞ അയാൾക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ട്. ആ വൃത്തികെട്ടവനിന്ന് ഞാൻ
അയ്യോ ശ്രീരജ, ഏയ്, വിടറി. ശ്രീരജ വേണ്ട. ശ്രീരജ, എന്റെ കരിക്കൊത്തി അമ്മയാണ്. നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. അയാളോട് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ ഇരുന്നേ, ഇരിക്ക്. നിങ്ങൾ ഇരിക്ക്. നോക്കണം, ആദ്യം നമുക്ക് നമ്മുടെ മോളുടെ കല്യാണം നടത്തണം. എന്നിട്ട് വേണം അയാളോടൊക്കെ സംസാരിക്കാൻ. അപ്പൊ കൂടെ ഞാനും ഉണ്ടാവും എല്ലാത്തിനും. കഷ്ടായി. ഇനി ഒരുപാട് ദൂരം നമുക്ക് മുന്നോട്ട് പോകേണ്ടതല്ലേ സർ? പിന്നെന്തിനാ അങ്ങനെ വിഷമിക്കുന്നേ? അതും ശരിയാണ്. അല്ല, അപ്പൊ എങ്ങനെ കാര്യങ്ങള്? സർ, ആദ്യം ഞാൻ എന്റെ വീട്ടിലെ സംസാരിക്കാം. അത് കഴിഞ്ഞു മതി സാറ് വന്ന് സംസാരിക്കുന്നത്. എന്താ സർ, അതല്ല നല്ലത്? ശരി, അപ്പൊ ഞാൻ കാത്തിരിക്കും. വീട്ടിൽ സംസാരിച്ചിട്ട് താൻ വിളിച്ച് പറഞ്ഞാൽ മതി. ശരി സർ, സീ യു ദെൻ. ഓക്കെ, സീ യു. സർ, ഡോറ് ലോക്കാ. ഓ, ആണല്ലേ? എന്നാ പിന്നെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ തന്നെയും കൂട്ടി റിവേഴ്സ് പോയി കളയാം. എന്നുവെച്ച് 25 വർഷം പിന്നിലോട്ടോ? രാജനന്ദിനി മാഡത്തിലേക്ക് ഒരു റിവേഴ്സ്? അയ്യോ, സോറി 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 സോറി, ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ. ഏതായാലും ഒരു കാര്യത്തിലും എന്നെ അങ്ങനെ റിവേഴ്സ് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ, പ്രത്യേകിച്ചും ഇക്കാര്യത്തിൽ. ആദ്യം അച്ഛൻ എന്നെ കൈപിടിച്ച് സാറിനെ ഏൽപ്പിക്കണം. അത് കഴിഞ്ഞാലേ എനിക്ക് സാറിന്റെ കൂടെ വരാൻ പറ്റും. ഡു യു ഫോളോ മീ മിസ്റ്റർ രവിചന്ദ്രവർമ്മൻ? അയ്യോ, ദേ സാറിന്റെ മുഖം കാണാൻ എത്ര ക്യൂട്ടായിരിക്കുന്നു. ഒന്നുകൂടി ഒന്ന് നാണം വരത്തെ കാണട്ടെ ഞാൻ. കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല. താൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. ശ്രമിക്കാം സർ. തൽക്കാലം സാർ പോയട്ടെ, നമുക്ക് നാളെ ഓഫീസിൽ കാണാം. ഓക്കെ, സീ യു ദെൻ. എങ്ങനെയുണ്ട് ഞാൻ അയച്ച ബ്രേക്കിംഗ് ന്യൂസ്? ഈ ത്രിവിക്രമം വെറും ഉടായിപ്പല്ലാന്ന് ഇപ്പോഴെങ്കിലും പിടികിട്ടിയല്ലോ മാഡത്തിന്. നിങ്ങളൊന്നും ഒരിക്കലും സ്വപ്നം പോലും കാണാത്ത ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഞാനിപ്പോ തരപ്പെടുത്തി തന്നിരിക്കുന്നത്. മൊത്തം വർമ്മൻ കമ്പനിയെ വിറപ്പിച്ച് പൊടി പൊടിപ്പിക്കുന്ന ഹൈഡ്രജൻ ബോംബ്. ഇനി മാഡത്തിന് ഈ ആയുധം കൃത്യമായി ഉപയോഗിക്കാം. നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോയാൽ മാഡത്തിന് ലക്ഷ്യത്തിലെത്താൻ പറ്റും, എനിക്കും. എന്ത് പറയുന്നു ബോംബ് കണ്ടിട്ട്? നോക്കൂ മിസ്റ്റർ ത്രിവിക്രമൻ, ഈ വിഷയത്തിൽ ദയവേത് നിങ്ങൾ എന്നെ ഇൻവോൾവ് ചെയ്യിക്കരുത്. ഞാനിതിൽ ഉൾപ്പെട്ടാൽ ശരിയാവില്ല ഒരിക്കലും. അയ്യോ സാൻഡ്ര മാഡം, വെറുതെ തമാശ പറയാൻ നിൽക്കല്ലേ. ഇത്രയും വലിയൊരു ആയുധം നമ്മുടെ കൈ കിട്ടിയിട്ട് മാഡം ഇപ്പൊ കാല് പറഞ്ഞത് ശരിയല്ല. മാഡം, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇതിനേക്കാൾ വലിയൊരു അവസരം നമുക്കിനി വേറെ കിട്ടില്ല. ഇനിയും വെറുതെ നോക്കിയിരുന്ന കാര്യങ്ങൾ കൈവിട്ടു പോവേ ഉള്ളൂ. മാഡത്തിന്റെ കൂടെ ഞാനുണ്ട്. ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. നോ നോ നോ, പ്ലീസ്, ഐ കാൻ ഡു ദിസ്. രവിവർമ്മൻ സാറിനെ ചതിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഇറ്റ്സ് ഇംപോസിബിൾ. ഞാൻ ഒരിക്കലും ചെയ്യില്ല. ഐ എം സോറി. ഹലോ ഹലോ മാഡം, ഹലോ. അവക്ക് ചതിക്കാൻ പറ്റില്ല പോലും. എന്നിട്ട് ആ ഗന്ധർവൻ ഓടി നടന്ന് എല്ലാവരെയും ചതിക്കുന്നുണ്ടല്ലോ. കഷ്ടം തന്നെ. ഈ പെങ്കൊച്ചിനൊന്നും ജീവിക്കാൻ അറിയില്ലെന്നേ. നമുക്ക് നിലനിൽക്കാൻ നിവൃത്തിയില്ലാതെ വന്ന നമ്മൾ ചതിക്കണം. അതാണ് എന്റെ പോളിസി. ഞാൻ ചതിക്കും, നല്ല ഭേഷായിട്ട് തന്നെ. മറവിയേ, നമുക്കൊക്കെ ഒരു സൗകര്യമാണല്ലേ. റൂട്ട് മനസ്സിലായി. തൽക്കാലം ഞാൻ ഈ റൂട്ട് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. ശരി, ഓക്കെ. ആ, അത് കള. എല്ലാം ഓക്കെ അല്ലേ കാര്യങ്ങള്? എല്ലാം ഓക്കെ, പക്ഷേ വിചാരിച്ച മുഴുവൻ കാര്യങ്ങളും പറയാൻ പറ്റിയില്ല. എന്നുവെച്ചാ ഐ ലവ് എന്ന് മാത്രമേ പറഞ്ഞോളൂ. യു എന്ന് പറഞ്ഞില്ലേ? നീ എന്റെ ഇത് വാങ്ങിച്ച് പിടിക്കരുത് പറഞ്ഞു. കോമഡി അല്ല, യു വളരെ പ്രധാനമാണ് സാർ. ഐ ലവ് എന്ന് ആർക്കും പറയാം. അതിനോടൊപ്പം യു എന്നുകൂടി ചേർത്ത് പറയാൻ ധൈര്യം അല്പം കൂടുതൽ വേണം. അതാണ് കാര്യം. ഐ ലവ് യു എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ മറ്റു പലതും പറയാൻ കഴിഞ്ഞില്ല. അതാണ് വിഷയം. നിന്റെ ആദ്യത്തെ വിവാഹത്തെക്കുറിച്ച്? അതെ,
ഞാൻ രാജാനന്ദിനെ കുറിച്ച് പറയാൻ തുടങ്ങിയതായിരുന്നു. രാജാനന്ദിനെ ആരായിരുന്നു, വിവാഹം എങ്ങനെ നടന്നു, പിന്നീട് എന്ത് സംഭവിച്ചു എന്നൊക്കെ. പക്ഷെ അതൊന്നും അറിയാനുള്ള താല്പര്യം അവൾ കാണിച്ചില്ല. അവക്ക് രവിചന്ദ്രവർമ്മനെ മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. രാജനന്ദിനെ അവളെ കളഞ്ഞു. അപ്പോ ആ പ്രോബ്ലം സോൾവ്. ഇനി മിസ്റ്റർ സുദർശനന്റെ അനുവാദം കിട്ടാനുള്ള താമസമേ ഉള്ളൂ കല്യാണത്തിന്. എക്സാക്ട്ലി. അവൾ തന്നെ അദ്ദേഹത്തിനോട് സംസാരിക്കാന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ എന്റെ വീട്ടിൽ സംസാരിക്കാം. എന്നിട്ടേ ഞാൻ പോയി ശ്രീലക്ഷ്മിയുടെ അച്ഛനോട് സംസാരിക്കും. വൗ, ദാറ്റ്സ് ഗുഡ്. അപ്പോഴേ ഇനി വേണമെങ്കിൽ ശ്രീലക്ഷ്മിയുടെ അച്ഛൻ എന്നതിനെ ഷോർട്ടൺ ചെയ്ത് അമ്മാവോ എന്ന് വിളിക്കാം. അത് ശരിയാ. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? കമാൻ രവി. നീ ഇത്ര നിസ്സാരമായിട്ടാണ് ഇത് കാണുന്നത്? ഇത് നിസ്സാരമായിട്ട് കണ്ടത് നീയാ. അതാണ് അങ്കിളിനോട് ഞാൻ സംസാരിച്ചോളാമെന്ന് പറഞ്ഞ് നീ ഏറ്റുപിടിച്ചത്. സത്യം, അപ്പോഴത്തെ ആവേശത്തില് സംഭവിച്ചതാ. ഇപ്പതേ എന്റെ തൊണ്ട ഉണങ്ങി, കാൽമുട്ടുകൾ ഇടിക്കുന്നുണ്ട്. ദേ നോക്ക്, കൈ വരെ വിയർത്തൊഴുകുന്നുണ്ട് ഇപ്പോ. ആഹാ, ബെസ്റ്റ്. അങ്ങയുടെ കൂടെ ചുറ്റിക്കറങ്ങാൻ പോയപ്പോ കൈയും കാലൊന്നും വരച്ചില്ലല്ലോ. പിന്നെന്താ ഇപ്പോഴൊരു കുളിരും പനിയും? കൃഷ്ണ പ്ലീസ്. ശരി ശരി, ഞാനൊന്നും കൂടുതൽ പറയുന്നില്ല. എടി, രവിവർമ്മൻ സാറ് നിന്നെ പ്രപ്പോസ് ചെയ്തു. മോതിരം ഇട്ട് വാക്കും തന്നു കഴിഞ്ഞു. അദ്ദേഹം സ്വന്തം വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാ. അങ്ങനെയുള്ള ഒരാള് ഒരു വാക്ക് പറഞ്ഞാ പിന്നെ അത് മാറ്റുവോ? ഒരിക്കലും ഇല്ല, ഒരിക്കലും. അപ്പൊ പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ? എല്ലാ അച്ഛനമ്മമാരും പെൺമക്കൾക്ക് നല്ല ഭർത്താവിനെ കിട്ടണമെന്നാ പ്രാർത്ഥിക്കുക. ഇതെല്ലാം വെച്ച് കണക്ക് കൂട്ടി നോക്കുമ്പോ നിന്റെ അച്ഛനെ ഈ ബന്ധത്തിലേക്ക് കൺവിൻസ് ചെയ്തെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്നാ എന്റെ വിചാരം. ബാക്കി ഇനി നിനക്ക് തീരുമാനിക്കാം. പ്രോബ്ലം അതല്ലടി, ഇതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യങ്ങളാ. പക്ഷെ അച്ഛന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ ഒന്നും പറയാൻ പറ്റണമെന്നില്ല. എന്ത് പറയണം, എങ്ങനെ പറയണം ഒന്നും അറിയാൻ വയ്യ. അവർക്ക് ഇഷ്ടമല്ലാത്തതെന്തോ ഞാൻ ചെയ്തു കഴിഞ്ഞു എന്നുള്ളൊരു ഭയം ഉള്ളിൽ തോന്നുന്നു. അതാ ആ മോതിരം പോലും ഊരി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. കൃഷ്ണ, നീ സത്യം പറയേ. ഈ നിമിഷം വരെ എന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ അല്ലേ? തീർച്ചയായും ഇല്ലെന്ന് തന്നെ നിനക്ക് വിശ്വസിക്കാം. ഇവിടിപ്പോ താൻ പറയുന്നത് സത്യമല്ലേ? നമ്മൾ തമ്മിലുള്ള സത്യം, സത്യമായ ബന്ധം. ഇനിയും ആലോചിച്ചു കൂട്ടി തനിക്ക് പറ്റില്ലെങ്കിൽ തുറന്നു പറഞ്ഞാൽ മതി. ഇപ്പൊ തന്നെ ഞാൻ തന്റെ അച്ഛനെ കണ്ട് സംസാരിക്കാം. വേണമെങ്കിൽ താനും വാ. അയ്യോ അയ്യോ സർ, സർ പ്ലീസ് പ്ലീസ് പ്ലീസ്, വേണ്ട സർ, പ്ലീസ് പ്ലീസ് സർ, പ്ലീസ് സർ, നമുക്ക് സംസാരിക്കാം. താൻ ടെൻഷൻ അടിക്കില്ല. പ്ലീസ് സർ. ഇപ്പൊ വേണ്ട, ഇപ്പൊ വേണ്ട സർ, ഇരിക്ക സർ, പ്ലീസ് പ്ലീസ് സർ. സർ കുറച്ചുകൂടി സമയം വേണം. ഞാൻ സംസാരിക്കാം, ഒന്നുകൂടി ശ്രമിക്കാം. ഉടൻ തന്നെ. ശ്രമിച്ചാൽ മാത്രം പോരാ, സംസാരിച്ചേ പറ്റൂ. എനിക്ക് പ്രായം എത്രയെന്ന് അറിയോ തനിക്ക്? അറിയാം സർ, അധികം വൈകിക്കില്ല. ധൈര്യം കിട്ടാൻ അല്പസമയം കൂടി പ്ലീസ്. എന്റെ പൊന്ന് സാറല്ലേ. എക്സ്ക്യൂസ് മീ. സർ പ്ലീസ് സർ, വിടൂ സർ. വിടൂ സർ പ്ലീസ്. എന്ത് പറ്റി? ഇഷ്ടമല്ലേ ഞാൻ തന്റെ കൈ പിടിക്കുന്നത്? അതല്ല സാർ, ഇവിടെ ഈ കമ്പനിയുടെ ബോസാ. പക്ഷെ ഞാൻ വെറും ഒരു സ്റ്റാഫ്, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്. എല്ലാരെയും മുന്നില് സാർ ഇങ്ങനെ എന്റെ കൈയും പിടിച്ച് പോകുമ്പോ എനിക്ക് നാണാവുന്നു. എന്തോ ഒരുമാതിരി പോലെ. താൻ എന്തിനാണോ നാണിക്കുന്നത്? അധികം വൈകാതെ നമ്മളെ എല്ലാവരും ഇങ്ങനെ കാണേണ്ടതല്ലേ? അയ്യോ സർ, അത് വേറെ ഇത് വേറെ. ഇപ്പോഴും ഇങ്ങനൊക്കെ നടന്നാ? ഓക്കെ ഓക്കെ ഓക്കെ, ഐ സറണ്ടർ. ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നു. നമ്മുടെ ലേഡി ബോസിന് ധൈര്യം അല്പം കുറവാണെന്ന് മനസ്സിലായി. ഓക്കെ,
ഞാൻ കൈവിട്ടു. അല്ല, നിന്റെ എടുത്തു വെക്കലും അടുക്കി വെക്കലും കഴിഞ്ഞില്ലേ ഇതുവരെ? ഫ്രഷ് ആയിട്ട് നീ ഒന്ന് വന്നേ, വല്ലതും കഴിക്കാം. എനിക്ക് നല്ല വിശപ്പുണ്ട് കുറെ നേരമായിട്ട്. എന്റെ ഫോറസ്റ്റ് ഗ്രീൻ കളർ സാരി കാണാനില്ല. അതോ ഗസ്റ്റ് ഹൗസിൽ നിന്ന് എടുക്കാൻ മറന്നോന്നാ എന്റെ സംശയം. ആ, എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടാവും. നീ ഒന്ന് കണ്ണു തുറന്ന് നോക്ക്. അഥവാ കൊണ്ടുവന്നില്ലെങ്കിൽ ആ ഗോപി അങ്ങോട്ടായി ചടിപ്പിച്ചാ പോരെ? ഇപ്പൊ നീ അതൊക്കെ അടച്ചു വെച്ചിട്ടൊന്ന് വരാൻ നോക്ക്. എനിക്ക് വിഷം നിന്റെ വയർ കഴിയുന്നു. കരിയുന്നെങ്കിൽ പോയി വെള്ളം ഒഴിച്ച് തണുപ്പിക്കും. എനിക്ക് വിശക്കുന്നില്ല. രഘു ഒറ്റയ്ക്ക് പോയാ മതി. അതെന്താ നിനക്ക് വിശപ്പില്ലാത്ത? രാവിലെ മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നു. നീ ഒട്ടും പ്ലസന്റ് അല്ല. എന്ത് പറ്റി നിനക്ക്? ഒന്നും പറ്റിയില്ല. രഘു പൊയ്ക്കോ. ആ, കമോൺ രേഖ, നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ ഇടം തിരിഞ്ഞ് നിൽക്കുന്നേ? ഇപ്പോഴെന്താ നിന്റെ വിഷയം? അത് പറയും. നമുക്ക് പരിഹരിക്കാം ഏത് പ്രശ്നവും. സോറി, ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല രഘുവിന്. ഇത് നിന്റെ മദറും ബ്രദറും തമ്മിലുള്ള റിലേഷന്റെ പ്രശ്നമാ. വാട്ട്? നീ എന്ത് ബ്ലണ്ടറായി പറയുന്നത്? നിനക്കറിയില്ലേ അവര് തമ്മിലുള്ള ബന്ധം എന്താന്ന്? സോറി, അവര് രണ്ടുപേരും സംസാരിക്കുന്നതും ഇടപഴകുന്നതും കണ്ട അമ്മയും മോനും ആണെന്ന് തോന്നില്ല. ദേ ആർ ലൈക്ക് വെരി ക്ലോസ് ഫ്രണ്ട്സ്. ഞാൻ കുറെ നാളായിട്ട് ശ്രദ്ധിക്കുന്നത് അവർക്കിടയിൽ എന്തോ ഒരു സീക്രട്ട് ഉണ്ട്. ഈ വീട് നിറയെയുള്ള സീക്രട്ടുകളിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സീക്രട്ട് ശ്രീലക്ഷ്മിക്ക് ആപത്തുണ്ടാക്കുന്ന ഒരു വീഡിയോ ആണെന്നാ എന്റെ വിശ്വാസം. ആ വീഡിയോ ന്യൂസ് ചാനലിൽ കൊടുക്കുമെന്നും അത് സ്വർണം കായ്ക്കുന്ന വീഡിയോ ആണെന്നും പിന്നെ രവിവർമ്മ സാറിന്റെ മാനം പോകുന്നൊക്കെയാ അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടത്. എന്റെ ദൈവമേ, നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് ടെൻഷൻ ആക്കല്ലേ ദീപു. ന്യൂസ് ചാനലിൽ കൊടുത്ത് സ്വർണം കായ്ക്കുന്ന വീഡിയോ എന്നൊക്കെ പറഞ്ഞാ? എനിക്കും കൃത്യമായിട്ട് അറിയില്ല കൃഷ്ണ അതെന്താണെന്ന്. ഞാനത് നേരിട്ട് കണ്ടില്ല. അച്ഛനും ആന്റിയും തമ്മിൽ സംസാരിക്കുന്നത് കേട്ടതേ ഉള്ളൂ. ഓ, അപ്പൊ അമ്മയ്ക്കും അറിയോ ഈ കാര്യം? അറിയാം, അവര് തമ്മിൽ സംസാരിക്കുന്നതാ ഞാൻ കേട്ടത്. ഓ, അപ്പൊ ഒരു കാര്യം തീർച്ചയായി, അത് വൾഗാരിറ്റി ഉള്ള വീഡിയോ ഒന്നും അല്ല. ഇനി ചിലപ്പോ ശ്രീയും രവിവർമ്മൻ സാറും തമ്മിലുള്ള പ്രേമത്തെ കുറിച്ച് വല്ലതും ആയിരിക്കാനാണ് ചാൻസ്. അത് ശരിയാ. ശ്രീലക്ഷ്മി എത്രയും പെട്ടെന്ന് അവളുടെ പ്രേമത്തെ പറ്റി സുദർശനങ്ങളോട് പറഞ്ഞാ മതിയായിരുന്നു, അല്ലേ കൃഷ്ണേ? ശ്രീലക്ഷ്മി ഇനി പേടിച്ച് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് തന്നെ അങ്കിളിനോട് ഈ വിഷയം നേരിട്ട് പോയി പറഞ്ഞാലോ? നീ എന്തു പറയുന്നു? അയ്യോ, എന്താ ദീപു നീ ഇങ്ങനെ മണ്ടത്തരം മാത്രം പറയുന്നേ? ഇതെന്താ വല്ല എക്സാം റിസൾട്ടും ആണോ ഓടിച്ചെന്ന് ആവേശത്തോടെ പറഞ്ഞ് സന്തോഷിപ്പിക്കാൻ? നോക്ക്, ഇത്രയും പേഴ്സണലായ കാര്യം ശ്രീലക്ഷ്മി നേരിട്ട് തന്നെ പറയണം. അതാണ് അതിന്റെ ശരി. ഇനിയിപ്പോ നീ എങ്ങാനും ഞാൻ അറിയാതെ പോയി സുദർശന അങ്കിളിനോട് ഇക്കാര്യം പറഞ്ഞ നിന്നെ കൊട്ടേഷൻ കൊടുത്ത് കാലടിച്ചോടിക്കും ഞാൻ. അയ്യോ, ഞാൻ ആരോടും പറയില്ല. എനിക്ക് അച്ഛന്റെ ഫോണിലെ വീഡിയോ പറ്റിയ ടെൻഷൻ കൃഷ്ണേ. നീ എന്താ അത് സീരിയസ് ആയിട്ട് കാണാത്തെ? ഞാനും സീരിയസാ. നമുക്ക് എങ്ങനെയെങ്കിലും ആ ഫോൺ എടുത്ത് പരിശോധിച്ച് നോക്കണമല്ലോ ദീപു. അതെ അതെ, പക്ഷെ വെറുതെ പരിശോധിച്ചാൽ മാത്രം പോരാ. എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും വേണം. എന്താ വേണ്ടേ? വേണം. നീയല്ലേ നമുക്കിടയിലെ ഐഡിയകളുടെ ആശാൻ. നീ തന്നെ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് ആലോചിക്കുക.